10 വർഷം പിന്നിട്ടിട്ടും ഒരു മാറ്റവുമില്ലാതെ ഒഴിഞ്ഞുകിടക്കുകയാണ് തിരുവല്ലയിലെ KSRTC ഷോപ്പിംഗ് കോംപ്ലക്സ്. 45 കോടി രൂപ മുടക്കി നിർമ്മിച്ച 12 നില കെട്ടിടത്തിലെ 1ഉം 2ഉമല്ല 9 നിലകളാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ആരുടെ പണം? നമ്മുടെ പണം. KSRTCക്ക് ലാഭം കണ്ട് പണിത പദ്ധതി ഉണ്ടാക്കുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ്. തിരുവല്ലയിൽ പണിത KSRTC ഷോപ്പിംഗ് കോംപ്ലക്സ് 45 കോടി മുതൽ മുടക്കി പാർക്കിംഗ് മുതൽ വാണിജ്യ സ്ഥാപനങ്ങൾക്കും ഓഫീസുകൾക്കും അടക്കം സൗകര്യമൊരുക്കി പണിത 12 നില കെട്ടിടം. ഈ കെട്ടിടം ഇപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇത് KSRTCക്ക് വരുമാനമുണ്ടാക്കിയോ? കണ്ടുവരാം. ജൂൺ 6 നിർമ്മാണോദ്ഘാടനം പൂർത്തിയാക്കിയ ഷോപ്പിംഗ് കോംപ്ലക്സ് 12 നിലകളിലായി 2,32,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം പണിയുമ്പോൾ പദ്ധതി ഇങ്ങനെയായിരുന്നു. 1ാം നിലയിൽ KSRTCയുടെ ഓഫീസുകൾ, 2 മുതൽ 5 വരെയുള്ള നിലകളിലായി കടമുറികൾക്കുള്ള സൗകര്യം, മുകളിലേക്കുള്ള നിലകളിൽ ഓഫീസ് മുറികൾക്കുള്ള സൗകര്യം, ഏറ്റവും മുകളിൽ മൾട്ടിപ്ലക്സ് തിയേറ്റർ. പക്ഷേ ഞങ്ങൾ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കണ്ടത് അത്തരമൊരു കാഴ്ചയേ ആയിരുന്നില്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ 21 കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ 1ാം നില തൊട്ട് 5ാം നില വരെ കണ്ട കാഴ്ച ഇതാണ്. 4ാം നിലയിൽ 2 ഓഫീസുകൾ പ്രവർത്തിക്കുന്നതൊഴിച്ചാൽ മുറികൾ ശൂന്യം. ഇപ്പോൾ 5 മാസമായി ചില ഓഫീസുകൾ തുറന്നിട്ടുണ്ട്. ഇതാണ് ഈ കോംപ്ലക്സിലെ ഏറ്റവും മുകളിലത്തെ നില. മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾക്കായി എന്ന് പറഞ്ഞാണ് മാറ്റിവെച്ചത്. പക്ഷേ നേരത്തെ 1ഉം 2ഉം 3ഉം നിലയിൽ കണ്ടതുപോലെ സമാനമാണ് ഈ നിലയിലെയും അവസ്ഥ. സർക്കാർ സ്ഥാപനങ്ങൾ പലയിടത്തും വാടക കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ ഇവിടേക്ക് ക്ഷണിച്ചു വരുന്നു. അപ്പോൾ ആ വാടക KSRTCക്ക് ലഭിക്കാൻ പറ്റും. നല്ല വാണിജ്യ സ്ഥാപനങ്ങളെ വിളിക്കണം. വേണ്ട നല്ല തിയേറ്ററുകൾ. ഇപ്പോൾ തിയേറ്ററിൻ്റെ ഒരു സങ്കല്പം ഒക്കെ മാറിയത് കൊണ്ട് നല്ല തിയേറ്ററുകൾ ആരംഭിക്കട്ടെ. KSRTCയുടെ സ്ഥലത്ത് കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനാണ് BOT വ്യവസ്ഥയിൽ ഈ കെട്ടിടം പണിതത്. 45 കോടി രൂപയായിരുന്നു മുതൽ മുടക്ക്. 1ാം നിലയിൽ ചതുരശ്ര അടിക്ക് 50 രൂപയാണ് അടിസ്ഥാന നിരക്കായി നിശ്ചയിച്ചത്. മുകളിലേക്കുള്ള നിലകൾക്ക് 10 രൂപ വീതം കുറയും. എന്നാൽ ലേലത്തിലുണ്ടാകുന്നത് നാമമാത്രമായ പങ്കാളിത്തമാണ്. ഉള്ള കടകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നോക്കിയാലും 12 നില കെട്ടിടത്തിലൂടെ ഉണ്ടാകുന്നത് നഷ്ടം മാത്രം. ഇങ്ങനെ ഒരു KSRTC ഷോപ്പിംഗ് കോംപ്ലക്സ് ഇവിടെ വേണോ എന്നത് തുടക്കം മുതൽ തന്നെ ഉയർന്ന ചോദ്യമാണ്. വമ്പൻ വരുമാനമുണ്ടാകുമെന്നും KSRTCക്ക് ലാഭമുണ്ടാകുമെന്നും പറഞ്ഞ് അധികൃതർ അന്നതിനെ നേരിട്ടു. പക്ഷേ വർഷം ഇത്ര പിന്നിട്ടിട്ടും ആ വിമർശനങ്ങളൊക്കെ ശരിയാണെന്ന് തെളിയിക്കുകയാണ്. ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ കെട്ടിടങ്ങൾ ഇനി പുതുക്കി പണിയണമെങ്കിൽ പോലും ലക്ഷങ്ങൾ ചിലവഴിക്കണം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവല്ല.